നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life easy. സോളാർ കേസിൽ സരിതയ്ക്കും ബിജുവിനും 6 വർഷം തടവ്. മന്ത്രിമാരുമായുള്ള ബന്ധം സരിത തട്ടിപ്പിന് ഉപയോഗിച്ചുവെന്ന് കോടതി. അപ്പീൽ കൊടുക്കുമെന്ന് സരിത. ശിക്ഷാവിധി നിർഭാഗ്യകരം എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാൽ നമുക്ക് അപ്പീലിന് പോലുള്ള പ്രൊവിഷൻ ഉണ്ടല്ലോ. പിന്നെ കോടതി വിധി മാനിക്കുന്നു. വിജിലൻസിനെ സ്വതന്ത്രമാക്കാൻ ഹൈക്കോടതി ഇടപെടൽ. പരിഷ്കരണ ശുപാർശകൾക്ക് അമിക്കസ് ക്യൂറി. നടപടി ബാർഗോഴ കേസ് പരിഗണിക്കുന്നതിനിടെ. ലളിത് മോദി വിവാദത്തിൽ വസുന്ധര രാജയ്ക്ക് രാജസ്ഥാൻ മുഖ്യമന്ത്രി സ്ഥാനം തെറിച്ചേക്കും. കടൽ കൊലക്കേസിൽ ഇടപെടാൻ ലളിത് മോദി ശ്രമിച്ചു എന്ന് വെളിപ്പെടുത്തൽ. മുംബൈയിൽ ശശി തരൂറും ലളിതിന്റെ ആതിഥ്യം സ്വീകരിച്ചു. നരേന്ദ്രമോദിക്കെതിരെ പരോക്ഷ വിമർശനവുമായി LK അദ്വാനി. വീണ്ടും ഒരു അടിയന്തരാവസ്ഥ ഉണ്ടാകില്ല എന്ന് വിശ്വാസമില്ല. അടിച്ചമർത്താൻ ശേഷിയുള്ള ശക്തികൾ പ്രബലം. മോദിയിലുള്ള അവിശ്വാസമെന്ന് പ്രതിപക്ഷം. അമേരിക്കയിലെ ചാൾസ്റ്റണിൽ കറുത്ത വർഗ്ഗക്കാരുടെ പള്ളിയിലുണ്ടായ വെടിവയ്പിൽ 9 മരണം. വെടിവയ്പ് ആരാധനാ മധ്യേ. വംശീയവിദ്വേഷത്താലുള്ള ആക്രമണമെന്ന് പോലീസ് മേധാവി. വെളുത്ത വർഗ്ഗക്കാരനായ യുവാവിനെ തെരയുന്നു. കയ്യാങ്കളിയിൽ പിരിഞ്ഞ് കോപ്പ അമേരിക്കയിലെ ബ്രസീൽ കൊളംബിയ മത്സരം. നെയ്മർക്കും കാർലോസ് ബെക്കയ്ക്കും ചുവപ്പ് കാർഡ്. നെയ്മർക്ക് 2 മത്സരമെങ്കിലും നഷ്ടമാകും. കൊളംബിയൻ ജയം ഒറ്റ ഗോളിന്. സോളാർ തട്ടിപ്പിലെ ആദ്യ വിധിയിൽ ബിജു രാധാകൃഷ്ണനും സരിതയ്ക്കും 6 വർഷം കഠിന തടവും പിഴയും. പത്തനംതിട്ട 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1-ന്റേതാണ് വിധി. തട്ടിപ്പ് നടത്താൻ സരിത മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമായി ബന്ധം സ്ഥാപിച്ചു എന്ന് കോടതി വിധിയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്തേറെ കോളിളക്കം സൃഷ്ടിച്ച സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതികളെ 6 വർഷം കഠിന തടവിന് ശിക്ഷിച്ചുകൊണ്ടാണ് പത്തനംതിട്ട 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. ഇടയാറന്മുള സ്വദേശി ബാബുരാജിനെ സോളാർ കമ്പനിയുടെ ചെയർമാനാക്കാമെന്ന് പറഞ്ഞ് 1,19,00,000 രൂപ തട്ടിയെടുത്തുവെന്നതായിരുന്നു കേസ്. മാസങ്ങൾ നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച എല്ലാ വാദങ്ങളും കോടതി അംഗീകരിക്കുകയായിരുന്നു. പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 406, 419, 420 വകുപ്പുകൾ പ്രകാരം 3 വർഷം തടവിനും IPC 34, 471, 468 വകുപ്പുകൾ പ്രകാരം മറ്റൊരു 3 വർഷം തടവിനുമാണ് പ്രതികളെ ശിക്ഷിച്ചത്. തടവ് ശിക്ഷയ്ക്ക് പുറമെ 1ാം പ്രതി ബിജു രാധാകൃഷ്ണന് 75 ലക്ഷം രൂപയും സരിതയ്ക്ക് 45 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. ഈ തുകയിൽ നിന്ന് കേസിലെ പരാതിക്കാരൻ ബാബുരാജിന് നഷ്ടപരിഹാരം നൽകണം. കോടതി വിധി അംഗീകരിക്കുന്നുവെന്നും വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും സരിത പറഞ്ഞു. ശിക്ഷാവിധി നിർഭാഗ്യകരം എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാൽ നമുക്ക് അപ്പീലിന് പോലുള്ള പ്രൊവിഷൻ ഉണ്ടല്ലോ. പിന്നെ കോടതി വിധി മാനിക്കുന്നു. വിധി പ്രതീക്ഷിച്ചതാണെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നതിന്റെ നേർസാക്ഷ്യമാണ് കോടതി വിധിയെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ അഭിപ്രായപ്പെട്ടു. അതായത് നിയമത്തിന്റെ കൈകൾ ഇതര കള്ളന്മാരിലും എത്താൻ ശക്തമാണെന്ന് തെളിയിക്കുന്നതാണ് വിധി. കേസിൽ അപ്പീൽ നൽകുന്നതിനായി സരിതയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലായതിനാൽ ബിജുവിന് ജാമ്യം നിഷേധിച്ചു. അതേസമയം പ്രതികൾ തട്ടിപ്പിനായി ഉന്നത രാഷ്ട്രീയക്കാരുമായും മന്ത്രിമാരുമായുള്ള തങ്ങളുടെ ബന്ധം ഉപയോഗപ്പെടുത്തിയെന്ന വിധിയിലെ പരാമർശം സർക്കാരിന് തിരിച്ചടിയായി. ഇതോടെ കേസിന്റെ തുടക്കം മുതൽ ഉയർന്നുകേട്ട രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ കോടതി അംഗീകരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. മുഖ്യമന്ത്രിയുടെ കത്ത് പ്രതികൾ ഉപയോഗിച്ചതും കോടതി കണ്ടെത്തി. ഇതെല്ലാം തന്നെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ച ആരോപണങ്ങൾ കൂടിയായിരുന്നു. കേസിലുണ്ടായ വിധിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. S. ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട. വിഷയത്തിൽ നമ്മോടൊപ്പം VS സുനിൽകുമാർ MLA, സണ്ണി ജോസഫ് MLA, അഡ്വക്കേറ്റ് ഇടിക്കുള, K. സുരേന്ദ്രൻ, ഫെനി ബാലകൃഷ്ണൻ, PC ജോർജ്, അഡ്വക്കേറ്റ് ജയശങ്കർ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും പ്രതീക്ഷിക്കുന്നത്. ആദ്യം ശ്രീ ഫെനി ബാലകൃഷ്ണൻ, എത്ര കേസുണ്ട് ഇനി വിചാരണ നേരിടാൻ ബാക്കിയായി, അല്ലെങ്കിൽ വിധി പ്രസ്താവം കേൾക്കാൻ ബാക്കിയായി? വിധി പ്രസ്താവം കേൾക്കാനായിട്ട് കേസുകൾ വിചാരണ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എങ്ങും ജഡ്ജ്മെന്റ് പറയാത്ത കേസുകളൊന്നും ആയിട്ടില്ല. ആകെ 33 കേസുകളല്ലേ ഉണ്ടായിരുന്നത്? അതെ അതെ അതെ. ഇപ്പോൾ എത്ര എണ്ണം തീർന്നു? ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് എത്ര എണ്ണം കഴിഞ്ഞു? ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഒരു 10-15 കേസോളം കഴിഞ്ഞു കാണും. എത്ര കോടി രൂപ അതിന് കൊടുത്തു കാണും? അതിനകത്ത് ഒരു കണക്ക് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. 10-15 എണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കി ഒരു 15-18 കേസോളം കാണണമല്ലോ. വിശദമായ കണക്ക് ഞാൻ നോക്കിയിട്ടില്ല. എന്ന് പറയുമ്പോൾ ഈ 10-15 കേസുകൾ ഒത്തുതീർപ്പാക്കാനുള്ള പണം എവിടെ നിന്ന് കിട്ടിയെന്നൊരു ഉപചോദ്യം സ്വാഭാവികമാണെന്ന് ഫെനി ബാലകൃഷ്ണൻ മനസ്സിലാക്കുമല്ലോ. അതെ. എവിടെ നിന്ന് കിട്ടി? അല്ല, അത് ഞാൻ അന്ന് ഇത് കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ. അവർ സരിതയുടെ റിലേറ്റീവ്സും അവർ വേണ്ടപ്പെട്ട ആൾക്കാരും ഫ്രണ്ട്സും ഒക്കെ കൊണ്ട് തരുന്നുള്ളത്. ആ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഫ്രണ്ട്സ് ആരാണ്? ഫ്രണ്ട്സ് അവർക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ റിലേറ്റീവ്സ് ഉണ്ട്, പലവരും ഉണ്ട്. വിദേശത്തുള്ള ഫ്രണ്ട്സ് ഉണ്ട്, വിദേശത്തുള്ള റിലേറ്റീവ്സ് ഉണ്ട്. അവരെല്ലാം സഹായിച്ചിട്ടുള്ളത്. ഇനി പ്രധാനമായുള്ളത് മലയിൽ ശ്രീധരൻ നായരുടെ കേസാണോ? അതിനെയാണോ നിങ്ങൾ ഉറ്റുനോക്കുന്നത്?
അതൊരു ഇപ്പോഴും കേസ് തന്നെ. അതിന്റെ ട്രയൽ കമൻസ് ചെയ്തിട്ടില്ല താങ്കൾ. ശ്രീ സണ്ണി ജോസഫ്, 10-15 കേസുകൾ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിലൂടെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ബാക്കി കൃത്യമായ കണക്ക് ഫെനി ബാലകൃഷ്ണൻ അറിയില്ല. ഒരു 10-15 കേസ്, സ്വാഭാവികമായും 33 കേസുകളുണ്ട് എന്നാണ് തോമസ് പി ജോസഫിൻ്റെ ബെഞ്ചിന് മുമ്പാകെ സരിതയുടെ അഭിഭാഷകൻ അറിയിച്ചത്. അപ്പോഴാണല്ലോ തോമസ് പി ജോസഫ് ചോദിച്ചത്, ഇവർ ബാങ്ക്രപ്റ്റ് ആണ് എന്നാണ് ഇവരുടെ രേഖകളിൽ നിന്ന് പറയുന്നത്, ഇവർക്ക് എവിടെ നിന്നാണ് പണം വരുന്നത് എന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നത്. ഈ ജഡ്ജ്മെന്റ് വലിയ അടിയായിപ്പോയി എന്തായാലും UDF സർക്കാരിന്. ഇല്ല നികേഷ്, അങ്ങനെയല്ല. ഈ ജഡ്ജ്മെന്റിന്റെ 10, 20, 21 പേജിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ജഡ്ജ്മെന്റ് സർക്കാരിന് ഒരു വിജയമല്ലേ? ഈ ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ കേസ് അന്വേഷിച്ച ഡിവൈഎസ്പിയും ഈ കേസിൽ പ്രോസിക്യൂട്ടറായിട്ട് ഹാജരായ ഗവൺമെന്റ് വക്കീലും നടത്തിയിട്ടുള്ള സുത്യർഹമായ സേവനം ഈ കേസ് അന്വേഷിച്ച് തെളിയിക്കാനും ഈ കേസ് വിചാരണ നടത്തി ശിക്ഷിപ്പിക്കാനും ഗവൺമെന്റ് വിഭാഗം വക്കീലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്ന പോലീസിന്റെ ഭാഗമായിട്ടുള്ള ഡിവൈഎസ്പിയും നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ, പ്രവർത്തനങ്ങളെ കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ശ്രീ സണ്ണി ജോസഫ്, തീർച്ചയായും അതാണോ ആ വിധിയിൽ താങ്കൾ കാണേണ്ടത്? ഇതിൽ പറയുന്നത് ദേ ക്ലെവർലി, ആ വാചകം ഞാൻ വായിക്കേണ്ടല്ലോ, 8:30 മണിക്ക് വായിച്ചു തന്നാണല്ലോ അഭിലാഷ്. ആ വാചകം ഈ ഗവൺമെന്റിനെതിരെ എന്താണോ പ്രതിപക്ഷം ഉന്നയിച്ചത്, എന്താണോ മാധ്യമങ്ങൾ ഉന്നയിച്ചത്, അത് അതുപോലെ എഴുതിയിരിക്കുകയല്ലേ. ഇതിനേക്കാൾ വലിയൊരു കേസ് പ്രതിപക്ഷത്തിനില്ല, ഇതിനേക്കാൾ വലിയൊരു കേസ് മാധ്യമങ്ങൾക്കില്ല. എന്താണ് നികേഷ് മാധ്യമങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? താങ്കൾ പറയാൻ പോകുന്നത് കൈരളി ടിവിയിൽ ഒരു വാർത്ത വന്നതിനെ കുറിച്ചാണ്. ഇത് പറയുമ്പോ അതിലേക്ക് പോകല്ലേ? ഇതല്ലേ പ്രതിപക്ഷം ഉന്നയിച്ചത്? നിക്കൂ ശ്രീ സണ്ണി ജോസഫ്, അതിലേക്ക് വരാം, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഞാൻ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ നിരീക്ഷണ വിധേയമാകണം. ഞാൻ അടക്കമുള്ളവർ കളങ്കരഹിതരല്ല. സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകരും ജുഡീഷ്യറിയിൽപ്പെട്ടവരും ലെജിസ്ലേച്ചറിൽപ്പെട്ടവരും എക്സിക്യൂട്ടീവിൽപ്പെട്ടവരും ഒരേ തലമുറയിൽ നിന്ന് വരുന്നവരാണ്. ഞങ്ങളിൽ പലരും കളങ്കിതരുണ്ടാകും. ഞാൻ പറയുന്നത് ഈ വാചകമാണ്. ഈ വാചകം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ലേ? ഇതല്ലേ ഞങ്ങൾ മാധ്യമങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നത്? ഇതല്ലേ ഇവിടുത്തെ പ്രതിപക്ഷം നിങ്ങളോട് പറഞ്ഞിരുന്നത്? എന്നാലേ നികേഷ് ഈ പറയുന്ന 19-ാം പേജ് നികേഷ് പറയുന്ന 19-ാം പേജ് എന്റെ കയ്യിലുണ്ട്. അതിലെന്താ പിന്നീട് പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഈ പറഞ്ഞ വാക്കുണ്ട്: ഉദ്യോഗസ്ഥന്മാരെയും മാധ്യമ പ്രവർത്തകരെയും അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരെയും മന്ത്രിമാരുടെയും പേരുള്ള ബന്ധങ്ങൾ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിന്റെ ബാക്കി കൂടി വായിക്കണം. മുഖ്യമന്ത്രിക്ക് 2 ലക്ഷം രൂപ മുഖ്യമന്ത്രി സണ്ണി ജോസഫ് തെറ്റിദ്ധരിപ്പിക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? ശ്രീ സണ്ണി ജോസഫ്, ഒരു കേസിൽ ഉണ്ടാകുന്നു, ആ കേസ് വലിയ തോതിൽ പ്രമാദമായി വരുന്നു, ഒടുവിൽ വിധിന്യായം വരികയാണ്, ആ വിധിന്യായം സംസാരിക്കുകയാണ്. താങ്കൾ പറയുന്നത് മറ്റൊരു ഭാഗത്തതാണ്. അതും ഇതും കൂട്ടിക്കൊടുക്കാൻ ഞാൻ അനുവദിക്കുന്നതല്ല. കാരണം താങ്കൾക്ക് എന്നെക്കാൾ എന്ന് വെച്ചാൽ എന്നെക്കാളും വളരെ നന്നായി ഈ വിധിന്യായം വായിച്ചാൽ കാര്യം മനസ്സിലാകും. ഇവിടെ മന്ത്രിമാരെ ദുരുപയോഗം ചെയ്ത്, ഉന്നത നേതാക്കന്മാരെ ദുരുപയോഗം ചെയ്ത് ഇവർ ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട് എങ്കിൽ എന്തിനാണ് സരിതയിലും എന്തിനാണ് ബിജു രാധാകൃഷ്ണനിലും മാത്രമായി കുറ്റം ഒതുങ്ങുന്നത്? അതെന്തുകൊണ്ട് മന്ത്രിമാരിലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് ഉന്നത നേതാക്കളിലേക്ക് പോകുന്നില്ല? അവരുടെ പങ്കാളിത്തം സംബന്ധിച്ച് ആരന്വേഷിക്കും? 19-ാം പേജിലെ തൊട്ടടുത്തുള്ള വാചകങ്ങൾ വായിക്കേ നികേഷ്. 19-ാം പേജിലെ ബാക്കി ഭാഗം കൂടി ഒന്ന് വായിക്കേ നികേഷ്. 19-ാം പേജിന്റെ ബാക്കി ഭാഗം ദയവ് ചെയ്ത് വായിക്കേ. താങ്കൾ വായിക്കൂ, എനിക്ക് കേൾക്കാം. എന്താണ് എഴുതിയിരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് 2 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. അങ്ങനെ ഒരു വാചകമില്ല. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, താങ്കൾ 21-ാം പേജിൽ നേരത്തെ അഭിലാഷ വായിച്ചു തന്ന ആ വാചകത്തിന് ശേഷമുള്ള വാചകം എന്താണെന്ന് അറിയാമോ? The prayer of the accused is to take a lenient view on. ഞാൻ വെല്ലുവിളിക്കുന്നു, ഞാൻ വായിക്കാം. വായിക്കൂ. ഞാൻ വായിക്കാം. വായിക്കൂ. ഇല്ല, നോട്ട് ദാറ്റ്.
നികേഷ് ഞാൻ വായിക്കാം മോറോവർ അല്ലല്ല ശ്രീ സണ്ണി ജോസഫ്, അത് വേറൊരു ഭാഗത്തുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ 2 ലക്ഷം രൂപ നൽകുന്നു എന്നും ആ 2 ലക്ഷം രൂപ നൽകിയതിന് മുഖ്യമന്ത്രി ഒരു റെസിപ്റ്റ് നൽകുന്നു എന്നും ആ റെസിപ്റ്റിലെ ഹെഡ്സ് എടുത്ത് അത് വേറെ കത്ത് അതൊക്കെ ശരി, അതൊക്കെ ശരി. എന്റെ ചോദ്യം മന്ത്രിമാരുടെ നേരിട്ടുള്ള ഇൻവോൾവ്മെന്റ് ആണ് ഇവിടെ ഈ ജഡ്ജ്മെന്റ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാരും ഉത്തരം പറയും? എന്താ നിങ്ങൾ വായിക്കാൻ സമ്മതിക്കാത്ത? എന്താ പറയുന്ന ഭാഗത്ത് അതില്ല. നികേഷ് എന്താ വായിക്കാൻ സമ്മതിക്കാത്ത? എന്റെ സണ്ണി ജോസഫ്, ഞാൻ വായിക്കാൻ സമ്മതിക്കാത്തതല്ല. ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞു കേട്ടിട്ട് താങ്കൾ ഉത്തരം പറഞ്ഞു. ഈ പറയുന്ന വാചകമുണ്ട്. മറ്റൊരു ഭാഗത്ത് കോടതി പറയുന്നുണ്ട് ഈ തട്ടിപ്പുകാർ ബിജു രാധാകൃഷ്ണനും സരിതയും 2 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുന്നു. ആ 2 ലക്ഷം രൂപയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു റെസിപ്റ്റ് കൊടുക്കുന്നു. അതിൻ്റെ ആ ലെറ്റർ പാഡിൻ്റെ ഹെഡ് ഇവർ വേറൊരു തരത്തിൽ ദുരുപയോഗിക്കുന്നു. ഇതാണോ ഉള്ളത്? നികേഷ്, ഞാൻ കുറച്ചാൾ, നിങ്ങൾക്കറിയാലോ, ഞാൻ കുറച്ചാൾ കോടതി പോയതാ. ഈ കുപ്പായിട്ട് കുറച്ചാൾ കോടതി പോയതാ. ശരി, അതുകൊണ്ടാണല്ലോ ഞാൻ വായിക്കട്ടെ. 19-ാം പേജ് നിങ്ങൾ വായിച്ച സെന്റൻസിന്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത് എന്താ? നിങ്ങൾ വായിക്കാൻ സമ്മതിക്ക്. Moreover, the evidence should show that the accused handed over a check of ₹2 lakhs to the Relief of Chief Minister Fund. In reply to the same, Chief Minister sent a letter to the accused. In his letterhead, the prosecution case is that by using the letterhead, the accused forged exhibit P20 series. The evidence of PW14 would show that the same is correct. 2 ലക്ഷം രൂപ ഈ പറഞ്ഞ സെന്റൻസിന്റെ തൊട്ട് താഴെ അല്ല സണ്ണി ജോസഫ്. ഇത് 20-ാമത്തെ പേജ് ഇതാണ്, 21-ാമത്തെ പേജ് ഇതാണ്. 21-ാമത്തെ പേജിൽ ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗമാണ് അവിടെ ഉള്ളത്. നേരത്തെ ഞാൻ വായിച്ചത് മന്ത്രിമാരെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ നേട്ടം അല്ലെങ്കിൽ ഈ തട്ടിപ്പ് ഇവർ നടത്തിയെന്ന്. അതിന്റെ അടുത്ത വാചകങ്ങൾ എന്ന് പറയുന്നത് ദ പ്രയർ ഓഫ് ദ അക്യൂസ്ഡ് ഈസ് ടു ടേക്ക് എ ലീനിയന്റ് വ്യൂ എന്നുള്ളതാണ് വാചകം. അത് അതിന്റെ കൾമിനേഷനാണ് അടുത്ത പേജ്. ഇതോടുകൂടി വിധിന്യായം തീരുകയാണ് ചെയ്യുന്നത്. സണ്ണി ജോസഫ് എന്തിനാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത്? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും ഒറ്റ കേസേ ഉണ്ടായിരുന്നുള്ളൂ. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസുകൾ ദുരുപയോഗം ചെയ്ത് കേരളത്തിൽ വലിയൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നു. അതിന് ഗവൺമെന്റ് ഉത്തരം പറയണം. പോലീസ് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഗവൺമെന്റ് ഉത്തരം പറയാൻ തയ്യാറായിരുന്നില്ല. പോലീസ് ഇപ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ശ്രീ PC ജോർജ്, താങ്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. പഴയ ഫയലൊക്കെ തപ്പി നോക്കിയപ്പോൾ കിട്ടിയത് ഈ കൊള്ളക്കാരുടെയും പെണ്ണുപിടിയന്മാരുടെയും കൂടെ ഇരിക്കാൻ ഞാനില്ല എന്ന് താങ്കൾ അന്നേ പറഞ്ഞിരുന്നു. ഇതാ ഇപ്പോൾ ബാർക്കോഴയാവുമ്പോൾ താങ്കൾക്ക് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലെ പോകേണ്ടി വന്നിരിക്കുന്നു. ഇവിടെ ഈ ഗവൺമെന്റിനെ തന്നെ കുറ്റപത്രം നൽകുന്ന ഒരു വിധി പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുണ്ടാവുകയാണ്. ഇപ്പോഴും സണ്ണി ജോസഫിനെ പോലുള്ളവർ അതിനെ പ്രതിരോധിച്ച് സംസാരിക്കുന്നതിന് തൊലിക്കെട്ടി എന്നല്ലാതെ എന്തു പറയാനാണ്? നികേഷേ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഈ മുഖ്യമന്ത്രി നിരപരാധി പാവം ഒന്നും അറിയാത്ത പച്ചവെള്ളം കടിച്ചു കുടിക്കുന്നവനാണെങ്കിൽ സ്വന്തം ഭാര്യയെ കൊലപാതകം നടത്തിയവൻ, രണ്ടാമത്തെ ഭാര്യയെ കൊല്ലാൻ നോക്കിയവൻ, ഇതുപോലെ ഫ്രോഡ് നടത്തിയവൻ, അവരുമായി 40 മിനിറ്റ് എറണാകുളത്ത് ഒരു ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഉമ്മൻചാണ്ടി മുറി അടച്ചിരുന്ന് കൊച്ചു വർത്താനം പറഞ്ഞ എന്താ? അത് ഈ സണ്ണിക്ക് വല്ല അറിയാവോ? ഈ രാജ്യത്ത് ഉമ്മൻചാണ്ടി സമ്മതിച്ചതാണല്ലോ. കുടുംബകാരിയാണ്. ആരുടെ കുടുംബം? ഉമ്മൻചാണ്ടിയുടെ കുടുംബകാര്യം. ഇതുപോലുള്ള ഫ്രോഡിനോടാണ് സംസാരിക്കുന്നത്. ഞാൻ ഇതിനെപ്പറ്റി ഇതൊക്കെ നികേഷും സണ്ണിയായിട്ടുള്ള ചർച്ച കേട്ടു. സണ്ണിക്ക് എന്തോ മാനസികമായ കുഴപ്പമുണ്ടായിട്ടുണ്ട്. ഇത് മോശമല്ലോ. സണ്ണിക്ക് മാനസിക രോഗമല്ല, മാനസികമായി അദ്ദേഹത്തിനുണ്ടാക്കിയ വിഷമം എങ്ങനെ ഉമ്മൻചാണ്ടിയെ രക്ഷിക്കണം, നിരോധിക്കുക എന്നുള്ളത് ശ്രീ സണ്ണി ജോസഫിന്റെ ഉത്തരവാദിത്തമാണ്. വളരെ നല്ലൊരു മനുഷ്യനുമാണ് സണ്ണി ജോസഫ് എന്നുള്ള കാര്യം താങ്കൾക്ക് അറിയാമല്ലോ. ഞാൻ ഇഷ്ടപ്പെടുന്നവനാ. പക്ഷേ സണ്ണി ജോസഫ് ദൈവത്തെ ഓർത്ത് അദ്ദേഹത്തിനുള്ള വിലയും നിലയും കളയരുത്. ഒരു മാന്യനായ ഒരു MLA എന്തിനാ ഈ ഉമ്മൻചാണ്ടി പെണ്ണുപിടിയും അത് കൈക്കൂലി അഴിമതിയും മുങ്ങിക്ക് നിൽക്കുന്ന ഒരുവട്ടം മന്ത്രിമാരും മുഖ്യമന്ത്രി രക്ഷിക്കാൻ വേണ്ടി സണ്ണി നടക്കുന്ന? സണ്ണിയുടെ സ്വഭാവം അതല്ലല്ലോ. സണ്ണിയുടെ പേരിൽ ആർക്കെങ്കിലും ഒരു പേരുദോഷം പറയാനുണ്ടോ? മാന്യമായ പൊതുപ്രവർത്തനം നടത്തുന്ന സണ്ണി എന്തിനാ ഈ വിവരക്കേട് കാണിച്ചുകൊണ്ട് നടക്കുന്നത്? എനിക്ക് സങ്കടം തോന്നുക. ഞാൻ അടുത്തൊരാളിലേക്ക് കൂടി പോയിട്ട് തിരികെ എത്താം താങ്കളിലേക്ക്. കെ സുരേന്ദ്രൻ, ഈ ജഡ്ജ്മെന്റ് നേരത്തെ ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടതിൽ. ഈ ജഡ്ജ്മെന്റ് ഇങ്ങനെ വരാൻ എന്താണ് കാരണം? പ്രോസിക്യൂഷൻ കേസ് നടത്തിയത് കൊണ്ടാണല്ലോ. അന്ന്
ഈ കേസ് പോലീസ് അന്വേഷിച്ചാൽ പോരാ എന്നും CBI അന്വേഷിക്കണമെന്നൊരു വിഭാഗവും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും വേറൊരു വിഭാഗവും ഒക്കെ വാദിക്കുമ്പോൾ പോലീസിൻ്റെ മേൽ വലിയ തോതിൽ സംശയത്തിൻ്റെ കരിനിഴൽ നിങ്ങൾ ഉയർത്തിയിരുന്നു. ഇതാ പോലീസ് അന്വേഷിച്ചിരിക്കുന്നു, ഏറ്റവും നല്ല വിധിന്യായം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഈ ഗവൺമെൻറ്റിനെ ചതിച്ച് അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിലെ ചില മന്ത്രിമാരെ ചതിച്ച് ഈ പറയുന്ന തട്ടിപ്പുകാർ നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ചു കൊടുക്കുക, അവരെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കുക, അവർക്ക് കനത്ത ശിക്ഷ നൽകുക എന്ന വാഗ്ദാനം പൂർത്തിയാക്കിയിരിക്കുന്നു ഈ ഗവൺമെന്റ്. അല്ലല്ല, ഈ തട്ടിപ്പില് സരിതയും ബിജുവും ഇല്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല നികേഷ്. എവിടെയും സരിതയെ എത്രയോ കാലം ജയിലിൽ അടച്ചതല്ലേ, ബിജു ഇപ്പോഴും ജയിലിലല്ലേ, ഈ ഗവൺമെന്റ് ആണല്ലോ അടച്ചത്. എന്തായിരുന്നു ജനങ്ങളുടെ മുമ്പിലുള്ള പ്രധാന പ്രശ്നം? സരിതയ്ക്കും ബിജുവിനും ഈ തട്ടിപ്പ് നടത്താൻ ആര് സഹായം ചെയ്തു എന്നുള്ളതാണ്. അവരെ ഒഴിവാക്കിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ വിധിയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മറുവശമുണ്ട്. എന്താ മറുവശം? നേരത്തെ ഫെനിയോട് നിങ്ങൾ ചോദിച്ച ചോദ്യമുണ്ട്. അതെന്താ ചോദ്യം? എത്ര കേസ് നിങ്ങൾ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്തു, അതിന് എത്ര കാശ് നിങ്ങൾ മുടക്കി? അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിലേക്ക് വരാം ഞാൻ താങ്കളിലേക്ക്. ശ്രീ സുനിൽകുമാർ, ആ ചോദ്യത്തിന്, അതായത് നിങ്ങളൊക്കെ ആയിരുന്നല്ലോ ഇതിന് പ്രത്യക്ഷ സമര രംഗത്തുണ്ടായിട്ടുള്ളത്. ഉമ്മൻചാണ്ടി സർക്കാർ അത് തിരുവഞ്ചൂരിൻ്റെ കാലത്താലും രമേശ് ചെന്നിത്തലയുടെ കാലത്താലും പ്രോസിക്യൂഷനെ ശരിയാവണ്ണം മുന്നോട്ട് കൊണ്ടുപോകുന്നു, ശരിയാവണ്ണം ഈ കേസ് തെളിയിക്കുന്നു എന്നുള്ളത് ഗവൺമെൻറ്റിന് നിങ്ങളോടുള്ള, പ്രതിപക്ഷത്തിനോടുള്ള തിരിച്ചുള്ള ചലഞ്ചാണ്. ഞങ്ങൾക്കിതിന് കഴിയും, ഞങ്ങളുടെ ചുറ്റും കൂടിയ 1-2 തട്ടിപ്പുകാർ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, അവരെ പിടിച്ച് ജയിലിലടക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ നികേഷ്, ഇതിനകത്ത് ഈ തട്ടിപ്പുകാര് ഈ ഉന്നതന്മാരുമായിട്ട് ഈ കേസിലെ വിധിയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഉന്നതന്മാരുമായിട്ടുള്ള ബന്ധം, മന്ത്രിമാരുമായിട്ടുള്ള ബന്ധം, ഇൻഫ്ലുവൻസ് അവർ ഉപയോഗപ്പെടുത്തിയെന്നാണ്. ഈ മന്ത്രിമാരുമായിട്ട് ഇവർക്ക് ഇല്ലാത്ത ബന്ധമല്ല, ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായിട്ട് പോലും ഇവർക്ക് ബന്ധമുണ്ടായിരുന്നില്ലേ? ഇതിൽ ഒന്നാം പ്രതി ബിജു രാധാകൃഷ്ണൻ, ആ ബിജു രാധാകൃഷ്ണൻ ഒരു ഭാര്യയെ കൊന്ന കേസിലെ പ്രതിയായത് പിന്നീടാണല്ലോ. ആ ഭാര്യയെ കൊന്ന കേസിലെ പ്രതിയായ ബിജു രാധാകൃഷ്ണൻ കോയമ്പത്തൂരിലും കേരളത്തിലും പല തട്ടിപ്പ് കേസുകളിലും ജയിലിൽ കിടന്നിരുന്ന ബിജു രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയുമായി കൊച്ചിയിലെ ഗസ്റ്റ് ഹൗസിൽ 1 മണിക്കൂർ നേരം സംസാരിച്ചത് കുടുംബകാര്യമായിരുന്നു എന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടിയാണല്ലോ നിയമസഭയിൽ. അപ്പൊ ഈ കേസിൽ ഒന്നാം പ്രതിക്ക് കുടുംബകാര്യം സംസാരിക്കത്തക്ക വിധത്തിൽ ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യം വസ്തുതയല്ലേ? അപ്പൊ ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്ന് അതിൽ കൂടിയാണ് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇൻഫ്ലുവൻസ് ആരൊക്കെ ആയിട്ടായിരുന്നു എന്ന് വ്യക്തമാക്കപ്പെട്ടു. മറ്റൊരു കാര്യം, 36 കേസുകൾ ഇതിനകത്തുണ്ടായി. ആ 36 കേസുകൾ സമാന സ്വഭാവമുള്ള കേസാണ്. ആ കേസുകളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിൽ ഒരിക്കൽ പോലും 120B എന്ന ക്രിമിനൽ കോൺസ്പിറസി ഇതിനകത്ത് ചേർത്തില്ല. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിനകത്ത് മണി ലോണ്ടറിംഗ്, കള്ളപ്പണം വെള്ളപ്പണമാക്കുന്ന വിഷയം ഉണ്ടായിരുന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സെൻട്രൽ എൻഫോഴ്സ്മെന്റിനെ ഇത് ഇൻഫോം ചെയ്യുകയോ ആ രീതിയിൽ അന്വേഷണം നടത്താൻ അവർ പോവുകയോ ചെയ്തോ? അങ്ങനെ ഒന്നും ചെയ്യാതെ ഇത്രയും വലിയൊരു തട്ടിപ്പ് കേവലം 2 പേർ മാത്രം നടത്തിയ കൃത്രിമ രേഖ ചമയ്ക്കലും കേവലം ഒരു ഗൂഢാലോചനയും മാത്രമാക്കി ചുരുക്കി 6 കൊല്ലം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന നാണംകെട്ട അവസ്ഥയിലേക്ക് വരുമ്പോൾ ADGP പറഞ്ഞ കാര്യം എന്താ? ഒരു സാമ്പത്തിക കുറ്റകൃത്യം ചെയ്താൽ കിട്ടാവുന്ന ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുത്തു. അത് ശരിയാണ്. കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യം മാത്രമാക്കി ഇതിനെ ചുരുക്കി ആ കുറ്റകൃത്യം ചെയ്തവർ ഉന്നതന്മാരുമായി ബന്ധമുള്ളവരെല്ലാം ഒഴിവാക്കി ഈ 2 പേരിൽ മാത്രം ഒതുക്കി ശിക്ഷപ്പെടുത്തു എന്ന് പറയുന്ന ഈ സംഭവം വളരെ ഉന്നതന്മാരുമായിട്ടുള്ള ബന്ധത്തെ വളരെ ബുദ്ധിപൂർവ്വം ബോധപൂർവം വളരെ ക്ലവറായി ഇവർ തമസ്കരിച്ചു എന്നുള്ളതാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ ശ്രീ അജയ് തറയിൽ, ഈ കേസ് പ്രോസിക്യൂഷൻ ശരിയാവണ്ണം വാദിച്ചു എന്ന്, അതുകൊണ്ടാണ് ഇവർക്ക് ശിക്ഷ കിട്ടിയത് എന്നാണല്ലോ വാദം. യഥാർത്ഥത്തിൽ ഇത് ആ നിലയിൽ തന്നെയാണോ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഇവിടെ ജുഡീഷ്യറിയിൽ നിങ്ങൾ ഇടപെട്ടു എന്നുള്ളത് ACJMന് നൽകിയ ശിക്ഷയിലൂടെ തന്നെ ബോധ്യപ്പെട്ടുവല്ലോ. പോലീസ് ഇവരെയും കൊണ്ട് കറങ്ങി നടന്നപ്പോൾ അതിൽ എക്സിക്യൂട്ടീവിൻ്റെ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെട്ടുവല്ലോ. അങ്ങനെ ഇത് പരമാവധി തകർക്കാൻ ശ്രമിച്ചിരുന്നു നിങ്ങൾ, പക്ഷേ നടന്നില്ല. ആരോപണമാണ്, അല്ലെ അത് അപവാദ പ്രചരണമാണ്. കഴിഞ്ഞ 1 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണങ്ങളുടെയും ഈ ഗവൺമെന്റിന്റെ എതിരെയുള്ള ആരോപണങ്ങളുടെയും ഒരു തുമ്പ് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഗവൺമെന്റ് ഇന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞ പോലെ നീതിയുക്തമായ സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തി പോലീസ് വളരെ കൃത്യമായി കുറ്റമറ്റ രീതിയിൽ ഒരു കേസ് ഫ്രെയിം ചെയ്തു. അങ്ങനെ കുറ്റമറ്റ രീതിയിൽ കേസ് ഫ്രെയിം ചെയ്തുകൊണ്ടാണ് ഈ 2 പേരെ ശിക്ഷിക്കാൻ കഴിഞ്ഞത്. ഇതിന്റെ രണ്ട് ഈ വിധിയിലൂടെ 2 കാര്യങ്ങള്, ഒന്ന് സരിത നായരെയും
അതുപോലെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന 2 തട്ടിപ്പുകാരെ അകത്താക്കിയെന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഇവരെ സഹായിച്ചു, ഇവർക്ക് വേണ്ടി കത്ത് കൊടുത്തു എന്ന് പറഞ്ഞ് നിയമസഭയിൽ പോലും ബഹളമുണ്ടാക്കിയ സുനിൽകുമാറിനെ പോലെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാരുടെ മുനയൊടിച്ചിരിക്കുന്നു ഈ കോടതി വിധിയിലൂടെ. കാരണം അവർ വ്യാജമായി മുഖ്യമന്ത്രിയുടെ ഒപ്പിട്ടൊരു കത്തുണ്ടാക്കി, ആ കത്തുണ്ടാക്കിയ സ്ഥലം DTP സെന്റർ ഇതെല്ലാം റെഡി ചെയ്ത് പിടിച്ച് അത് വ്യാജമാണ്. ആ വ്യാജ കത്ത് ചവച്ചതിന്റെ പേരിൽ 1 കൊല്ലത്തേക്കുള്ള ഇവിടെ ഈ കേസിൽ മുഖ്യമന്ത്രി വരുന്നില്ല. ഇതാണ് താങ്കളും സണ്ണി ജോസഫും തുടർച്ചയായി തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത്. സണ്ണി ജോസഫും അജയ് തറയിലും മനസ്സിലാക്കേണ്ടത് ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല. ഉള്ളത് മല്ലേലിൽ ശ്രീധരൻ നായരുടെ കേസിലാണ്. അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അഡ്വക്കേറ്റ് ഇടിക്കുള പത്തനംതിട്ടയിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം അതിന്റെ ഭാവി എന്താണ് എന്ന്. ഈ കേസിൽ മന്ത്രിമാരുടെ ഫോട്ടോ കാണിച്ച്, നേതാക്കന്മാരുടെ ഫോട്ടോ കാണിച്ച് ഇതിലില്ലാന്ന് സമ്മതിച്ചല്ലോ. ഇതിലുണ്ടെന്ന് ആര് പറയുന്നു? ശ്രീ സണ്ണി ജോസഫ്, ഇതിലുള്ളത് എന്താണ്? ഈ കേസ് പോലെ നേരത്തെ ഫെനി ബാലകൃഷ്ണന്റെ ഇല്ലില്ല, ആരാർഗ്യൂ ചെയ്തു? സണ്ണി ജോസഫിനെ തരൂ ഫ്രെയിമിൽ. ആരാർഗ്യൂ ചെയ്തു? നിങ്ങൾ ആർഗ്യൂ ചെയ്തു. എപ്പോ ആർഗ്യൂ തർക്കിക്കായിരുന്നു? ശ്രീ സണ്ണി ജോസഫ് മുഖ്യമന്ത്രി ഈ കേസിൽ ഇല്ല. അത് പണ്ടേ നമ്മൾ പറയുന്നതാണ്. മുഖ്യമന്ത്രി ഉള്ളത് മല്ലേലിൽ ശ്രീധരൻ നായരുമായിട്ടുള്ള അഭിമുഖം എടുത്തത് ഞാനാണ്. മല്ലേലിൽ ശ്രീധരൻ നായർ പറയുന്നു മുഖ്യമന്ത്രിയെ ഞാൻ എവിടെ വെച്ച് കണ്ടു, അങ്ങനെ അതിന് ഒത്താശ ചെയ്തിട്ടുള്ളത് ആരാണ് എന്നീ കാര്യങ്ങളൊക്കെ മല്ലേലിൽ ശ്രീധരൻ നായർ എന്നോടാണ് ആദ്യം പറഞ്ഞത്. നമുക്ക് കാണാമല്ലോ. അല്ല, കാണാനൊന്നുമില്ല. ഈ കേസിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? നിങ്ങൾ നേരത്തെ പറഞ്ഞു, ശ്രീ സണ്ണി ജോസഫ്, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ. നിക്കൂ, ഈ കേസ് അതിലേക്ക് വരാം. ഞാൻ പറയട്ടെ. ഈ കേസിൽ വലിയ പ്രോസിക്യൂഷന്റെ വാദം എന്തൊക്കെയാണ് സംഭവിച്ചത്? ഒന്ന് ഫയൽ എടുത്ത് വായിച്ചു നോക്കുക. സരിത ACGM മൊഴി രേഖപ്പെടുത്തുന്നു, മൊഴി നൽകുന്നു. ഇന്ന കാര്യങ്ങളാണ് മൊത്തത്തിൽ നടന്നത് എന്ന് പറയുന്നു. അത് രേഖപ്പെടുത്താതിരിക്കാൻ വേണ്ടി പത്തനംതിട്ട, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, അട്ടക്കുളങ്ങര റൂട്ടിൽ സരിതയുമായി പോലീസ് കറങ്ങുന്നു. അവസാനം അട്ടക്കുളങ്ങര ജയിലിൽ പ്രത്യേക മുറി കൊടുക്കുന്നു. സരിതയുടെ അമ്മയുടെ കൂടെ ഒരാൾ വന്നു. അതിൻ്റെ അടുത്ത ദിവസമാണ് സരിത മൊഴി മാറ്റുന്നത്. അവിടെ ഒരു ലഹരി വിരുദ്ധ കൗൺസിലർ ആൾമാറാട്ടത്തിൽ വരുന്നു. സരിതയുടെ ആ പറയുന്ന ആൾമാറാട്ടക്കാരന്റെ ഐഡന്റിറ്റി കാർഡ് പോലും അവിടെ വെക്കാതിരിക്കുന്നു. നിക്കൂ, NV രാജു എന്ന മജിസ്ട്രേറ്റ്, അത് പോലീസ് നടത്തിയ ആൾമാറാട്ടം. രണ്ട് NV രാജു ശിക്ഷിക്കപ്പെട്ടതാണല്ലോ ഈ കേസിൽ. NV രാജു സരിത നൽകിയ മൊഴി രേഖപ്പെടുത്താത്തതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ട ആളാണല്ലോ പോലീസ്. ഇപ്പൊ ഞാൻ നിങ്ങൾ പറയുന്നു പ്രോസിക്യൂഷൻ, ഇതിനെതിരെയാണ് അഡ്വക്കേറ്റ് ജയശങ്കറും K സുരേന്ദ്രനും പരാതി നൽകിയത്. നിങ്ങൾ പറയുന്നു പ്രോസിക്യൂഷന്റെ വലിയ ഉജ്ജ്വലമായ നേട്ടമെന്ന്. പ്രോസിക്യൂഷന് വേണ്ടി വാദിച്ച അഭിഭാഷകർ ആത്മാർത്ഥമായി ഇതിനോടൊപ്പം നിന്നിട്ടുണ്ടാകും. പിന്നെ മാധ്യമങ്ങളുടെ ശരിയായ നിരീക്ഷണവും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടാകും. അതിനപ്പുറത്തേക്ക് ഈ കേസിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പരമാവധി ശ്രമിച്ചിരുന്നു ശ്രീ സണ്ണി ജോസഫ്. ജയശങ്കർ അങ്ങനെയാണല്ലോ പരാതി നൽകിയിരിക്കുന്നത്. നികേഷ്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു വിധിന്യായത്തെ പിടിച്ചല്ലേ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? ഈ വിധിന്യായത്തിൽ എന്താ പറഞ്ഞത്? ഒരു വിധിന്യായോ? സരിതയും ബിജു രാധാകൃഷ്ണനും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ വിധിന്യായം. ആൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പേജ് 21 വായിക്ക്. ഉണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെയും പ്രോസിക്യൂട്ടറെയും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ കേസ് ശിക്ഷിച്ച എല്ലാ ഉദ്യോഗസ്ഥനും അഭിനന്ദനങ്ങൾ. അന്വേഷണ ഉദ്യോഗസ്ഥനെയും പ്രോസിക്യൂട്ടറെയും. പക്ഷെ മന്ത്രിയെ നമ്മൾ എങ്ങനെ പിടിക്കുന്നു? ഇതിലെ മന്ത്രി ആരാണ്? നിങ്ങളെന്താ പറഞ്ഞത്? ഇതിലെ മന്ത്രി ആരാണ്? ഏത് മന്ത്രി? ഈ 21ാമത്തെ പേജിൽ നിൽക്കുന്ന മന്ത്രി ആരാണ് ശ്രീ സണ്ണി ജോസഫ്? അവിടെയാണ് നികേഷ് ഈ കാര്യമേ ഈ സംസാരത്തിന്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. ഇതൊരു കേസിന്റെ വിധിയെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു വാക്കെടുത്ത് പറഞ്ഞാൽ പറയാം. നമ്മൾ തമ്മിൽ സംസാരിച്ചെന്താ 19ാമത്തെ പേജിലാണ് അത് പറഞ്ഞത്. അതിന്റെ അകത്ത് താഴെ വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ നൽകിയതിനൊരു കത്തയച്ചു.
ഇല്ല ആ കത്ത് സണ്ണി ജോസഫ്, forge ചെയ്ത് അതിലേക്ക് ആ ആ തർക്കത്തിലേക്ക് കത്ത് ഞാൻ വേറെ പോകില്ല. നമ്മൾ കത്താക്കി നേരത്തെ മാറ്റി. 8 മിനിറ്റ് എടുത്തത് Exhibit പൂർത്തിയാക്കിയിട്ടുള്ളതാണ്. ഞാൻ serious. കാണിച്ചു തന്നു. ഇതാ 21ാമത്തെ പേജ്. അതിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം, അത് കഴിഞ്ഞതിന് ശേഷമുള്ള വാചകങ്ങൾ എന്താണെന്ന് ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. നിങ്ങൾ പറയുന്നത് വേറെയും ഇതിനകത്തുള്ളത് വേറെയുമാണ്. ആ കണ്ടന്റിലേക്ക് ഇനി ഞാൻ പോകില്ല. അത് ഇതിന്റെ ഈ പ്രേക്ഷകർക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന്റെ വിധിന്യായം എടുക്കുക. അതിൽ ഞാൻ പറഞ്ഞ ഭാഗം കഴിഞ്ഞതിന് ശേഷം അതിന്റെ എന്റെ കയ്യിലില്ലേ? നിങ്ങൾ വിധിന്യായത്തെ കുറിച്ച് നികേഷിനേക്കാളും കൂടുതൽ വായിച്ചിട്ടുള്ളത് ഞാനാ. എന്റെ സാറേ ആണ്. പക്ഷേ താങ്കൾ പറയുന്നത് കഴിഞ്ഞതിന് ശേഷം താങ്കൾ പറയുന്ന ആ വാചകമില്ല. താങ്കൾ ആ വാചകം ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന ലെറ്റർ പാഡ് വ്യാജമായി ഉണ്ടാക്കി എന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് താങ്കൾ അത് പറയുന്നത്. അത് പക്ഷേ യഥാർത്ഥത്തിൽ അതിനകത്തില്ല. തുടങ്ങാം. ജയശങ്കർ, ഇവിടെ പ്രോസിക്യൂഷൻ ശരിയാവണ്ണം വാദിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ബിജു രാധാകൃഷ്ണനും സരിതയ്ക്കും ശിക്ഷ കിട്ടിയതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ കേസ് നേരാവണ്ണം കൊണ്ടുപോയി എന്നത് അർത്ഥമാക്കുന്നുണ്ടോ? നിൽക്കൂ ജയശങ്കർ കേട്ടായി. അഡ്വക്കേറ്റ് ഇടിക്കുള, ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പേരില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ പേര് മല്ലയിൽ ശ്രീധരൻ നായരുടെ കേസിലാണ്. വളരെ സീനിയർ ആയിട്ടുള്ളൊരു അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് ഇടിക്കുള. മുഖ്യമന്ത്രി ഉള്ളത് മല്ലയിൽ ശ്രീധരൻ നായരുടെ കേസിലാണ്. ആ കേസിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയായി, അക്കാര്യത്തിൽ വിശ്വാസവഞ്ചന മുഖ്യമന്ത്രി കാണിച്ചു എന്നുള്ളത് കോടതിയിൽ ഇപ്പോൾ കേസായിട്ടില്ല എങ്കിൽ പോലും ആ നിലയിൽ ആ കേസ് വരാനിടയുണ്ടോ? അഡ്വക്കേറ്റ് ഇടിക്കുള, താങ്കളോടായിരുന്നു ചോദ്യം. മല്ലയിൽ ശ്രീധരൻ നായരുടെ കേസ്, താങ്കൾ ജോപ്പന്റെ അഭിഭാഷകനാണെന്നാണ് എൻ്റെ ഓർമ്മ. മല്ലയിൽ ശ്രീധരൻ നായരുടെ കേസിൽ മുഖ്യമന്ത്രി പ്രതിയായ ഒരു കേസ് ഇന്ന് നിലവിലില്ല. മല്ലയത്ത് ശ്രീധരൻ നായർ ആർക്കും ഒരു പൈസയും കൊടുത്തിട്ടില്ല. അദ്ദേഹം സരിതയ്ക്കോ ഇതിലെ ഒന്നാം പ്രതിക്കോ ആർക്കും തന്നെ ഒരു പൈസയും കൊടുത്തിട്ടില്ല. കേസിൻ്റെ ചാർജ് എൻ്റെ കയ്യിലുണ്ട്. നാളെ ആഫീസിൽ വന്നാൽ കാണിക്കാം. പത്രക്കാർ പറയുന്നത് പോലെ അല്ല കേസ്. 164 മൊഴിയും CRPC 164 മൊഴിയും അഞ്ചാമത് ശ്രീധരൻ നായരെ രണ്ടാമത് ചോദ്യം ചെയ്തപ്പോഴും മുഖ്യമന്ത്രിക്ക് ഇതിൽ യാതൊരു വിധമായ ബന്ധമോ അതിലുപരിയായോ താഴെയോ ഒന്നുമില്ല എന്ന് പറഞ്ഞ 161 സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ ഹാജരാക്കിയതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി എനിക്ക് അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് തന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇതിൽ കുറ്റം ചെയ്തിട്ടില്ലെന്ന് പ്രത്യേകമായി ഒരു അഞ്ചാമത്തെ മൊഴിയും മേടിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഉപരിയായി ശ്രീധരൻ നായർ സരിതയ്ക്കോ ഈ കേസിലെ ഒന്നാം പ്രതിക്കോ ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല. 15 ലക്ഷത്തിൻ്റെ ചെക്ക്, 10 ലക്ഷത്തിൻ്റെ ചെക്ക്, 15 ലക്ഷത്തിൻ്റെ ചെക്ക്, ഇതൊന്നും ശ്രീധരൻ നായർ കൊടുത്തതല്ല. ഇവർക്കുമല്ല കൊടുത്തത്. ഏതോ കമ്പനിക്കാണ് കൊടുത്തത്. അതിന് പത്രക്കാർ ശ്രീധരൻ നായർ രൂപ കൊടുത്തെന്ന് പറയാം. ശ്രീധരൻ നായരുടെ ഒരു പൈസ SB അക്കൗണ്ടിൽ നിന്നോ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നോ ഒരക്കൗണ്ടിൽ നിന്നും ഒരു പൈസയും കൊടുത്തിട്ടില്ല. അത് ശ്രീധരൻ നായരെ വിസ്തരിക്കുമ്പോൾ ഞാൻ ചോദിച്ചോളാം. തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ആർക്ക് വേണം ആ മൊഴിയുടെ പകർപ്പ്? ഞാൻ രാവിലെ ഹാജരായി വരൂ. ഞാൻ എൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയിൽ നിന്ന് എടുത്തു തരാം. ഇനി എന്തറിയണം പറഞ്ഞോളൂ. അല്ലല്ല അഡ്വക്കേറ്റ് ഇടിക്കുള, ഇതിപ്പം ബിജു രാധാകൃഷ്ണനും സരിതയും ജീവിച്ചിരിപ്പില്ല എന്ന് വരെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുതല്ലോ നമ്മൾ. എന്തായാലും ശ്രീധരൻ നായർ സരിതയ്ക്കോ അല്ലെങ്കിൽ ബിജു രാധാകൃഷ്ണനോ ഫണ്ട് മാറ്റിയിട്ടുണ്ട്. അതൊരു പക്ഷേ സാങ്കേതികമായി അവരുടെ സോളാർ കമ്പനിയുടെ പേരിലായിരിക്കാം. രേഖയാണ്. ആയിക്കൊള്ളട്ടെ, അത് രേഖ അല്ല, അത് സോളാർ കമ്പനിയുടെ പേരിലായിരിക്കാം. പക്ഷെ ഇവിടെ കേസ് എന്താണ്? ഇവിടെ നിൽക്കൂ അഡ്വക്കേറ്റ് ഇടിക്കുള, ഇവിടെ കേസ് എന്താണ്? സരിത, ബിജു രാധാകൃഷ്ണൻ എന്നിവർ മല്ലയിൽ ശ്രീധരൻ നായരോട് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു തരാം എന്ന് പറഞ്ഞ് ഏതാണ്ട് 2 കോടി ചില്ലുവാനം രൂപ തട്ടിച്ചെടുത്തു എന്നും അത് മുഖ്യമന്ത്രിയുടെ ശുപാർശ പ്രകാരമാണ് എന്നുമാണ്. മുഖ്യമന്ത്രിയെ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് കാണുന്നു. മുഖ്യമന്ത്രി പറയുന്നു, നിങ്ങളെപ്പോലുള്ളവർ ഈ പറയുന്ന സോളാർ പദ്ധതിയിൽ നിക്ഷേപിക്കണം. മറ്റുള്ളവർ, അതായത്
ശ്രീധരൻ നായരുടെ അസോസിയേഷനിൽപ്പെട്ട മറ്റുള്ളവരെ കൂടി അതിൽ പങ്കാളികളാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ വിശ്വാസം, ആ വിശ്വാസത്തിൽ നിന്നാണ് ശ്രീധരൻ നായർ തുടർന്നുള്ള ഫണ്ടിങ് നടത്തുന്നത്. ഇതാണ് കേസ്. അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് എനിക്ക് കിട്ടിയ ചാർജ് ഷീറ്റിന്റെ പകർപ്പിലില്ല. അത് ഞാൻ രാവിലെ തരാം. 200 പേജുള്ള ചാർജ് ഷീറ്റിന്റെ എത്ര കോപ്പി വേണമെന്നാലും എടുത്തു തരാം. പത്രക്കാരോട് വിവരിക്കാനല്ല, യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞതേ ഉള്ളൂ. അല്ല, മുഖ്യമന്ത്രി ഇനി അതുപോട്ടെ, ചാർജ് ഷീറ്റ് ഇല്ല, അത് നാളെ രാവിലെ തരാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല വൃത്തിയായ ഒരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ ബെയിൽ ഔട്ട് ചെയ്യാൻ കഴിയും മുഖ്യമന്ത്രിയെ. പക്ഷേ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞ വിഷയം എന്താണ്? സരിത വന്നിട്ടുണ്ടാകും, എന്നെ കണ്ടിട്ടുണ്ടാകും, മല്ലയിൽ ശ്രീധരൻ നായർ കൂടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അത് അസോസിയേഷന്റെ ഒരു മെമ്മോറാണ്ടം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് വന്നത് തുടങ്ങിയ കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ ശ്രീ ഇടിക്കുള. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് ചിത്രീകരിക്കുന്നതിലൂടെ ഈ ചർച്ചയുടെ സമയം കളയാനേ ഉപകരിക്കും. ചോദിക്കുന്ന വ്യക്തമായ ചോദ്യം ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം പറയാം. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യഥാവസരം യഥാർത്ഥം മാത്രം പറയാൻ ഞാൻ തയ്യാറാണ്. ദയവായി അത് ചോദിക്കൂ. അല്ല, മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെന്റ് അതിലുണ്ട് എന്നുള്ളത് പ്രലോഭനങ്ങളും 164-ൽ ശ്രീധരൻ നായർ പറഞ്ഞതല്ലേ? മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് 161-ാം വകുപ്പ് പ്രകാരമുള്ള ശ്രീധരൻ നായരുടെ മൊഴി കേസിന്റെ പകർപ്പിൽ 36-ാമത്തെ പേജിൽ എൻ്റെ കയ്യിൽ കിട്ടിയ കോടതിയുടെ ഒപ്പമുള്ള പകർപ്പുണ്ട്. അത് രാവിലെ തരാമെന്നാ പറഞ്ഞത്. എൻ്റെ കയ്യിലുണ്ട്, കോടതിയിലുണ്ട്. ആ പകർപ്പ് ഞാൻ തരാം. കേസ് ഇമ്മാതെ പിന്നെ രാമായണം വായിക്കുന്ന പോലെയോ ബൈബിൾ വായിക്കുന്ന പോലെ അല്ല ഞാൻ കേസ് നടത്തുന്നത്. 60 കൊല്ലമായി പണി തുടങ്ങിയിട്ട്. കേസ് പഠിച്ചിട്ട് കാര്യങ്ങൾ പറയുക, ചോദിക്കുക. ഫെനിയും പ്രതിഭാഗത്തിന്റെ അഭിഭാഷകനാണല്ലോ, ഇവിടെ ജോപ്പന്റെ അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് ഇടിക്കുള. ഓഫീസിലുള്ളത് കൊണ്ട് അതിലോട്ട് ഞാൻ കിടക്കുന്നില്ല. കേസിലെ വിവരങ്ങൾ ദയവായി ചോദിക്കൂ. അതിനെ കേസിന്റെ വിശദാംശങ്ങളിലേക്കാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തുടരുക. ഫെനി, മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം സംബന്ധിച്ച് സരിത അല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റപത്രം, താങ്കളത് കുറ്റപത്രം വായിച്ചതാണോ? അതെ അതെ അതെ. എന്താണ് അതിനകത്തുള്ളത്? ഫെനി പറയൂ. ഫെനി കേൾക്കാമോ? ഫെനിയിലേക്ക് വരാം. ശ്രീ സുനിൽ കുമാർ, താങ്കൾ അംഗമായ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ദീർഘകാലം ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ എന്താണ് പറയുന്നത്? അല്ല, ഞാനിപ്പോൾ ബഹുമാനായിട്ട് പിന്നെ അഡ്വക്കേറ്റ് ഇടിക്കളയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, 161 സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം പറയും. 164 സ്റ്റേറ്റ്മെന്റ് ആണോ? 161 സ്റ്റേറ്റ്മെന്റും 64 തമ്മിൽ വ്യത്യാസം നമുക്ക് എല്ലാവർക്കും അറിയാം, അങ്ങേക്കും അറിയാം. അങ്ങ് പറയുന്നത് എന്താ? അങ്ങനെ ഒരു കേസേ ഇല്ല. അങ്ങനെ കേസുണ്ടെന്ന് അങ്ങക്ക് ഇവിടെ വാദിക്കാൻ പറ്റുമോ? ഉമ്മൻചാണ്ടിക്ക് ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ ഈ ജോപ്പന് ബന്ധമുണ്ടെന്നോ ജോപ്പന്റെ വക്കീൽ ഇവിടെ ഒന്ന് വാദിക്കോ? ഇവർക്ക് ഒരു ബന്ധവുമില്ല, പൈസ വാങ്ങിയിട്ടില്ല. ഉമ്മൻചാണ്ടി പരിശുദ്ധനാണ്, പരുമലപ്പള്ളി മാതാവിന് പകരം വെക്കേണ്ട ആളാണെന്ന് പോലും പറയും. അവരുടെ വക്കീലന്മാര് പറയാൻ വേണ്ടിയുള്ള കാശ് ഇവിടെ സത്യം വേറെയാണ്. ഞാൻ പറയട്ടെ, ഇവിടെ ഈ സരിത എസ് നായരും ഈ പറയുന്ന ബിജു രാധാകൃഷ്ണനും ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലെ സ്റ്റാഫുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. ഈ പറയുന്ന ഈ ADGP തന്നെയാണ് ഈ ജോപ്പനെ അറസ്റ്റ് ചെയ്യുന്നത്. എന്ത് കേസാണ്? സോളാർ കേസാണ്. ആ സോളാർ കേസിൽ ജോപ്പനെ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ജോപ്പിന് ബന്ധമില്ലാണ്ടാണോ? ആ വിഷയം എന്തുകൊണ്ട് ഈ കേസിൽ ഉൾപ്പെടുത്തിയില്ല? എന്തുകൊണ്ട് ബന്ധപ്പെടുത്തിയില്ല? 36 കേസുകളും സമാനമായ സ്വഭാവമുള്ള കേസുകളാണ്. ഈ ADGPക്ക് എല്ലാം അറിയാം. അപ്പൊ ഓരോ കേസുകൾ വ്യത്യസ്തമാക്കി വെച്ച് ഉന്നത ബന്ധം ഇതിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള പഴുതുകൾ ഉണ്ടാക്കുകയാണ്. ആ പഴുതുകൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ജോപ്പനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വക്കീല് അദ്ദേഹം പറയുന്ന വാദഗതിയാണ് സത്യമെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. നമ്മൾ വെറുതെ സമയങ്ങളെയാണെന്ന് തോന്നുന്നു. എല്ലാം നിഷേധിച്ച് മുന്നോട്ട് പോകാൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനൊന്ന് 1 മിനിറ്റ് എനിക്ക് തരൂ. നിങ്ങളുടെ പ്രസംഗം നടത്തിക്കോളൂ. വിവരം ഞാൻ പറയാം. 36 കേസുകളിൽ 36 വാദികൾ 36 കേസ് പറയുമ്പോൾ 36 കേസുകളിലും 35 കേസിന്റെ വിവരം പറയുന്നത്
തെറ്റാണ്, നിയമവിരുദ്ധമാണ്. ഇന്ന് വിധി പറഞ്ഞ കേസിൽ ഒരു വാദി അതിലുള്ള 5 വകുപ്പുകൾ മാത്രം വ്യാഖ്യാനിച്ച് ഹാജരാക്കപ്പെട്ട തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കി അത് അർഹിക്കുന്ന ശിക്ഷ അത് വിധിന്യായത്തിൽ മജിസ്ട്രേറ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഉമ്മൻചാണ്ടിയെ കണ്ടോ എന്ന് പറഞ്ഞാലല്ല കേസ്. 1,95,00,000 രൂപ എടയാറമ്പളക്കാരനോട് മേടിച്ച കേസിൽ ഉമ്മൻചാണ്ടിയുടെ ബന്ധത്തിലല്ല, ഉമ്മൻചാണ്ടിയോട് 19-ാം പേജിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കൊടുത്ത റെസീറ്റിന്റെ മോഡലിലുള്ള ലെറ്റർ പാഡിന്റെ മേൽവശം താഴെ ഫോർജറിക്ക് 465-നും 475-നും പ്രത്യേകമായ ശിക്ഷ മജിസ്ട്രേറ്റ് കൊടുത്തിട്ടുണ്ട്. പേര് മാറ്റി അതിന് 419 ശിക്ഷ നൽകിയിട്ടുണ്ട്. ഏൽപ്പിച്ച പണം വേറെ ദുരുപയോഗപ്പെടുത്തിയതിന് 406 ശിക്ഷ കെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ആരും ഇത്രയും നാളും പറയാത്ത ഒരു കാര്യം കൂടി 1/2 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. സാധാരണ കേസുകളിൽ ശിക്ഷ വിധിക്കുമ്പോൾ, കാരണം പൊതുജനങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ, അവർക്ക് കൂടെ ഒന്ന് മനസ്സിലാകണമല്ലോ, 3 വകുപ്പുകൾക്ക് ഓരോ കൊല്ലം വീതം ശിക്ഷിച്ചാൽ അനുഭവിക്കേണ്ടത് 2 തരത്തിലാണ്. ഒന്നും പറഞ്ഞില്ലെങ്കിൽ തുടർച്ചയായി 3 കേസിനും വെവ്വേറെ ഓരോ കൊല്ലം ശിക്ഷിക്കണം. ഇല്ലെങ്കിൽ കൺകറന്റ്ലി എന്ന് പറഞ്ഞാൽ 3 കേസുകൾക്ക് 3 കൊല്ലം ശിക്ഷിച്ചെങ്കിൽ 1 കൊല്ലം അനുഭവിച്ചാൽ മതി. ഇവിടെ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് പറഞ്ഞിരിക്കുന്നത് കോൺസിക്യൂട്ടീവ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 3 കൊല്ലം മാത്രം ശിക്ഷിച്ച 2 കേസുകളിലെ ടോട്ടൽ വന്നപ്പോൾ 6 തുടർച്ചയായി എന്ന് പറഞ്ഞത്. അത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ 31-ാം വകുപ്പിലാണത് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയം പറയാൻ എന്നെ കിട്ടത്തില്ല. അതുകൊണ്ട് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത സാധാരണ കേസിൽ നിന്ന് ഞാൻ കാണുന്നത് കൺകറന്റ്ലി എന്ന് പറയുന്നതിന് പകരം കോൺസിക്യൂട്ടീവ്ലി എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് 6 കൊല്ലം. ഉച്ചവരെ മീഡിയക്കാർ പറഞ്ഞ് 3 കൊല്ലം ശിക്ഷിച്ചെന്ന്, ഉച്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞ് 6 കൊല്ലം ശിക്ഷിച്ചെന്ന്. 2 ശരിയാ. One was a punishment under concurrent, the other was consecutive. ഈ കേസിലെ ശിക്ഷ കോൺസിക്യൂട്ടീവാണ്. അതുകൊണ്ടാണ് 6 കൊല്ലം എന്ന് പറഞ്ഞത്. ഇനി ഉമ്മൻചാണ്ടിയുടെ സമയം വളരെ കുറച്ചേ ഉള്ളൂ. നമുക്ക് ശ്രീ അജയ് തറയിൽ, ഇവിടെ നേരത്തെ ശ്രീ സണ്ണി ജോസഫുമായിട്ട് ചർച്ച ചെയ്ത വിഷയത്തിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ ഇവിടെ രാഷ്ട്രീയ പ്രമുഖരുടെ, മന്ത്രിമാരുടെ, ഇനി അടുത്ത മലയിൽ ശ്രീധരൻ നായരുടെ കേസിൽ ഞാൻ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെന്റ് ഒക്കെ തന്നെയും വരുന്നു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷം ഒരു ഘട്ടത്തിൽ ഉന്നയിച്ചൊരു വിഷയമുണ്ട്. അതായത് പോലീസ് സരിതയുടെയും ബിജു രാധാകൃഷ്ണൻ്റെയും ഒക്കെ തന്നെയും പങ്കാളിത്തം, അവരുടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി പോലീസ് അന്വേഷണം മതി. പക്ഷെ മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഇൻവോൾവ്മെന്റ് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ അന്ന് ആവശ്യപ്പെട്ടത്. സിറ്റിംഗ് ജഡ്ജി ഉൾപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ, ആ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ജഡ്ജ്മെൻറ്റിൽ ഈ മജിസ്ട്രേറ്റിന് പറയാൻ കഴിയുന്നത് വെറും സരിതയുടെയും ബിജു രാധാകൃഷ്ണൻ്റെയും കാര്യം മാത്രമാണ്. ഇനി വരാനുള്ള ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മറ്റന്വേഷണങ്ങളുടെ കാര്യത്തിലോ ഈ പറയുന്ന നേതാക്കളുടെയും മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെയോ ഒക്കെ തന്നെയും പങ്കാളിത്തം പുറത്തു കൊണ്ടുവന്നേക്കാം. ആ നിലയിലാണ് കാര്യങ്ങൾ ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ കേസിൻ്റെ തുടക്കത്തിൽ. അതെ നികേഷ, ഇപ്പൊ മഴ തുടങ്ങി, ഭാരതപ്പുഴയിൽ വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. ഇവിടെ നിന്ന് തന്നെ നമ്മൾ വസ്ത്രമൊക്കെ പൊക്കി നടക്കേണ്ട കാര്യമില്ല. വരട്ടെ, ശ്രീധരൻ നായരുടെ കേസ് വരട്ടെ, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ. ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഈ ഗവൺമെന്റ് നീതിയുക്തവും സുതാര്യവും സ്വതന്ത്രവുമായി അന്വേഷിച്ചു എന്നാണ്. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ടിവിയിലെ അടിച്ച് സ്ക്രോളിംഗ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിധി ഗവൺമെന്റിന് എത്ര തിരിച്ചടി എന്നാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സരിതയെയും ബിജു രാധാകൃഷ്ണനെയും വെറുതെ വിട്ടിരുന്നെങ്കിൽ അദ്ദേഹം എന്ത് പറയുമായിരുന്നു? സരിതയെയും ബിജു രാധാകൃഷ്ണൻ വെറുതെ വിട്ടിരുന്നെങ്കിൽ തിരിച്ചടിയല്ല ഗവൺമെന്റ് അഭിനന്ദനം പറയുമായിരുന്നു. അപ്പോൾ ഇവിടെ നിലപാടെന്താ? അപ്പൊ 2 പേരെ ശിക്ഷിച്ചു, അതാണ് ഗവൺമെന്റ് അഭിനന്ദിക്കേണ്ടത്. അപ്പോൾ ആ കാര്യത്തിൽ പ്രോസിക്യൂഷനെ അഭിനന്ദിച്ച് കഴിഞ്ഞല്ലോ ശ്രീ അജയ് തറയിൽ. ഒരിക്കൽ കൂടി ശ്രീ അജയ് തറയിൽ, ശ്രീ സണ്ണി ജോസഫ് അവിടെ ഇരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. 2 പേർക്കും മറുപടി പറയാൻ കഴിയുന്ന ഒരു വിഷയം തന്നെയാണത്. നിങ്ങൾ ഈ കേസ് മാധ്യമങ്ങൾ വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവന്ന സമയത്ത് എന്താണ് പറഞ്ഞത്? വിധി വരട്ടെ, വിധി വന്നിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ കാണാമല്ലോ എന്നാണ്. ഇപ്പോൾ വിധി വന്നു.
അതിനകത്ത് മിനിസ്റ്റേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയാണ് മലയാള ശ്രീധരൻ നായർ വരട്ടെ, മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെന്റ് വരട്ടെ, ഇത് എവിടെ ചെന്ന് അവസാനിക്കും ശ്രീ അജയ് തറയിൽ? ഇത് ആരോടാണ് ഈ പറയുന്നത്? നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട മന്ത്രിമാർ, നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട മുഖ്യമന്ത്രി, ഇവരൊക്കെ തന്നെയും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഫ്രോഡ് കേസാണിത്. കേരള ചരിത്രത്തിൽ ഉണ്ടാകാത്ത വിധത്തിൽ ഒരു തട്ടിപ്പ് സംഘം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മന്ത്രിമാരെയും സ്വാധീനിച്ച് പാവപ്പെട്ട ആളുകളെ തട്ടിക്കുന്ന കേസാണിത്. ആ കേസിൽ മന്ത്രിയുടെ പേര് വന്നിരിക്കുന്നു, മന്ത്രിമാരെ ഉപയോഗിച്ചു എന്ന് പേര് വന്നിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് നമ്മളോട് ചോദിക്കുക. പറഞ്ഞോട്ടെ. അതായത് ബിജു രാധാകൃഷ്ണന്റെ ആദ്യ ഭാര്യ രശ്മിയെ കൊലപ്പെടുത്തിയ കേസ് ഇടതുപക്ഷത്തിന്റെ കാലത്താണ് ഉണ്ടായത്. ആ കേസിൽ സ്ത്രീപീഡനം മാത്രം ചുമത്തി. ആ കേസ് UDFന്റെ ഗവൺമെന്റ് ബിജു രാധാകൃഷ്ണൻ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് രണ്ട് പ്രധാനപ്പെട്ട തട്ടിപ്പുകളാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് നടന്നിട്ടുള്ളത്. അത് നമ്മുടെ സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള തട്ടിപ്പ്. സലിം രാജിന്റെ ഭൂമി തട്ടിപ്പ് തമിഴ്നാട് മോഡൽ ഇങ്ങോട്ട് പറിച്ചു നടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ സോളാർ തട്ടിപ്പ് പാവം പയ്യൻ എന്ന ഒരാളുടെ പ്രൊജക്ട് എടുത്ത് മുഖ്യമന്ത്രി സരിതക്ക് കൊടുത്തു. സരിത അത് ഈ നിലയിലാക്കി മുഖ്യമന്ത്രിക്ക് പങ്കാളിത്തമുള്ള കേസാക്കി മാറ്റിയിട്ടുള്ളതാണ്. അമ്പലപ്പുഴ പോലീസ് അന്വേഷിച്ചിട്ട് സിവിൽ കേസാണെന്ന് പറഞ്ഞ് കോടിയേരിയുടെ പോലീസ് തള്ളിയ കേസാണ് ഉമ്മൻചാണ്ടി സമാനമായ കേസിൽ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തത്. ഒരു കാര്യം കൂടി, ശ്രീധരൻ നായരുടെ കേസ് തെറ്റിദ്ധരിപ്പിക്കാൻ നികേഷ് ഇനിയും ശ്രമിക്കരുത്. നികേഷ് ദയനീയമായിട്ട് പരാജയപ്പെടും. ശ്രീധരൻ നായർ അയച്ച വക്കീൽ നോട്ടീസുണ്ട്. ശ്രീധരൻ നായർ പത്തനംതിട്ട കോടതിയിൽ ഫയൽ ചെയ്ത സ്വകാര്യ അന്യായമുണ്ട്. ഈ വക്കീൽ നോട്ടീസും സ്വകാര്യ അന്യായവുമാണ് കേസിന്റെ അടിസ്ഥാനം. ശ്രീധരൻ നായർ ശ്രീധരൻ നായർ തന്നെ അത് നിരവധി തവണ പറയുകയും നമ്മൾ പലതവണ അത് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. 161ന്റെ കാര്യത്തിലായാലും സ്വകാര്യ അന്യായത്തിന് നേരത്തെ ഇടിക്കുള്ള പറഞ്ഞപ്പോഴേക്കും കേക്കൂ 164ഉം സ്വകാര്യ അന്യായവും അതുപോലെ തന്നെ വക്കീൽ നോട്ടീസും എല്ലാം തന്നെയും 164ൽ നിന്ന് വ്യത്യസ്തമാണ്. 164 എടുക്കേണ്ട സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് ശ്രീധരൻ നായർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിൽ ശ്രീധരൻ നായർ പറയുന്നത് എന്താണെന്ന് സണ്ണി ജോസഫ് ഇരിക്കുന്ന നിയമസഭയിലല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? അതെന്താണ്? എന്തിനാണ് നിങ്ങൾ ആ CCTV ക്യാമറ ദൃശ്യങ്ങൾ മാറ്റി കളഞ്ഞത്? ഇത് കോമൺ സെൻസിന്റെ ഇല്ല, സണ്ണി ജോസഫ് പറയട്ടെ. ഒരു അന്യായക്കാരൻ വക്കീൽ നോട്ടീസ് അയക്കുമ്പോൾ ആ അന്യായക്കാരൻ വക്കീലിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അന്യായക്കാരന്റെ കേസാണ് വക്കീൽ നോട്ടീസിൽ ആദ്യമേ അവതരിപ്പിക്കുന്നത്. പിന്നീട് വീണ്ടും ആ സമയത്ത് പറഞ്ഞതാണ് എനിക്ക് എന്റെ പണം തിരിച്ചു കിട്ടിയാൽ മതി, മുഖ്യമന്ത്രിയെ നേരിട്ട് ഇൻവോൾവ് ചെയ്യിക്കരുത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ എന്നോട് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെനിക്ക് വൈറ്റ് ആയിട്ട് പണം തരണം. ഇവർ ബിജു രാധാകൃഷ്ണനും ജോപ്പനും സരിതയും 3 പേരും എഴുതി തരണം. ഇത് ശ്രീധരൻ നായരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണെന്ന് ആ പറയുന്ന നെഗോഷിയേഷൻ നടക്കുന്ന കാലത്താണ് 164ന്റെ കാര്യത്തിലും സ്വകാര്യ അന്യായത്തിന്റെ കാര്യത്തിലും വക്കീൽ നോട്ടീസിന്റെ കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ പേര് നേരിട്ട് പറയാത്തതെന്ന് ശ്രീധരൻ നായർ പറഞ്ഞ ശ്രീധരൻ നായർ ചർച്ചയിലില്ലാത്തതുകൊണ്ട് സുനിൽ എന്തോ പറയുന്നു. സുനിൽ അല്ല, ഇത് ആടിനെ പട്ടിയാക്കല്ല. ഇവിടെ ചെന്നായ്ക്കളെ ആട്ടുകുട്ടിയാക്കാൻ നോക്കുകയാണ്. അല്ല, ആടിനെ പട്ടിയാക്കലല്ല. ഒരു കാര്യം പറയട്ടെ, ഇവർ പറയുന്ന ഉന്നത ബന്ധം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് പാരമ്പര്യേതര ഊർജ്ജ മേഖലയിൽ ആയിരക്കണക്കിന് കോടി ചെലവഴിച്ച് സ്റ്റേറ്റുകളിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട സബ്സിഡി, ആ പദ്ധതി നടപ്പാക്കേണ്ട അനർട്ട് എന്ന് പറയുന്ന ഏജൻസിക്ക് സമാന്തരമായി ഇവരുടെ ഈ കൾച്ചറൽ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീഡിറ്റ് എന്ന് പറയുന്ന സ്ഥാപനം സൂര്യകേരളം പദ്ധതി എന്തിനു വേണ്ടി നടപ്പാക്കി എന്ന കാര്യം അന്വേഷിക്കണം. അതിനു പുറമെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ട്രീം സോളാർ കമ്പനി എങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു, ആ കമ്പനിയുടെ ഇവര് ഉമ്മൻചാണ്ടിയും അതുപോലെയുള്ള മന്ത്രിമാരുമായിട്ടുള്ള ബന്ധം എന്താണ്, KC വേണുഗോപാലുമായിട്ടുള്ള ബന്ധം എന്താണ്, അതൊക്കെ അതിന്റെയൊക്കെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ദയവായി തുടരുക. അഡ്വക്കേറ്റ് പ്രിൻസ്, സരിതയ്ക്ക് വേണ്ടി ഇന്ന് പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ പ്രിൻസ്, നിങ്ങൾ അപ്പീലിന് പോകും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്.
അതിൻ്റെ സാധ്യതകൾ എത്രത്തോളമാണ്? കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കണ്ടെത്തിയിരിക്കുകയാണ് മന്ത്രിമാരെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് നിങ്ങൾ തട്ടിപ്പ് നടത്തിയെന്ന്. ഇനി എന്ത് അപ്പീലിനാണ് സാധ്യത? കീഴ്ക്കോടതിയുടെ ഉത്തരവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും കോടതി നൽകിയ കാലാവധിക്കുള്ളിൽ തന്നെ അപ്പീൽ സമർപ്പിക്കും. ആ അപ്പീൽ കോടതി, അതായത് ഇതിന്റെ ഹയർ കോടതി, ജില്ലാ കോടതി എന്താണോ ഞങ്ങളുടെ വാദം കേട്ടതിന് ശേഷം ബഹുമാനപ്പെട്ട കോടതി ഏത് തീരുമാനം എടുക്കുന്നതിനും ഞങ്ങൾ അത് സ്വാഗതം ചെയ്യും. ഞങ്ങൾ പറയും. ഇവിടെ ശ്രീ പ്രിൻസ്, അഡ്വക്കേറ്റ് പ്രിൻസ്, നേരത്തെ താങ്കളും എനിക്ക് തോന്നുന്നു ഫെനി ബാലകൃഷ്ണനോടൊപ്പം തന്നെ സരിതയ്ക്ക് പിന്തുണ കൊടുത്ത് മുന്നോട്ട് പോകുന്നവരാണ്, അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ശരിയായ ജോലി, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല. മാത്രമല്ല അത് നിങ്ങളുടെ പ്രൊഫഷണൽ. പക്ഷേ എങ്കിൽ പോലും നേരത്തെ ഫെനി പറഞ്ഞത് 10-15 കേസുകൾ പിൻവലിച്ചിട്ടുണ്ടാകും, പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കിയിട്ടുണ്ടാകും എന്നാണ്. അത് തന്നെയാണോ യഥാർത്ഥ കണക്ക്? താങ്കൾക്ക് അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ കഴിയുമോ? അല്ല, 10 കേസോളം 10 കേസാണ് പണം കൊടുത്ത് തീർത്തത്. അത് ഈ പണം കൊടുത്ത് തീർത്തു എന്ന് പറയുന്നതിനകത്ത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇത് വൻ തുകകളൊന്നുമല്ല. ഈ കൊടുത്തു തീർത്തു എന്ന് പറഞ്ഞ പണങ്ങൾക്കൊക്കെ കൃത്യമായും ഞാൻ തന്നെയാണ് ഈ കേസുകളിലെ വാദിയുമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അത് 45,000 രൂപ, 65,000 രൂപ അങ്ങനെ തുടങ്ങിയ ഏകദേശം 10 ലക്ഷം രൂപയിൽ താഴെയുള്ള ഒരു തുകയ്ക്കാണ് ഇത് തീർത്തിരിക്കുന്നത്. അങ്ങനെയൊന്നല്ല. ഒരു കേസ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 2 കേസുകൾ പണം നൽകി ഒത്തുതീർപ്പാക്കി എന്ന് സരിതയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞു. അപ്പോൾ കോടതി സംശയം പ്രകടിപ്പിച്ചു. സോളാർ കേസ് ഒരു തട്ടിപ്പ് കേസായി കണക്കാക്കാനാവില്ല. രാഷ്ട്രീയക്കാരും മന്ത്രിമാരും നിരവധി ഉന്നതരും ആരോപണ വിധേയരാണ്. നിജസ്ഥിതി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. കേസിൽ പൊതുതാൽപര്യം ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് നിഷേധിച്ചു കോടതി. കേസിൻ്റെ അകംപുറം അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. പൊതുതാൽപര്യമുള്ള ഇത്തരം കേസുകൾ ഒത്തുതീർപ്പാക്കാനാവില്ല. വമ്പന്മാരുടെ വില കളയരുന്നതുകൊണ്ടാണ് വമ്പന്മാരെ നിയന്ത്രിച്ച് നിൽക്കാൻ സരിതയ്ക്കും ബിജു രാധാകൃഷ്ണനും കഴിഞ്ഞത്. അവർക്ക് അവരുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണെന്നൊക്കെ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ജിസ്റ്റാണ് ഇന്നിപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ട് അഡ്വക്കേറ്റ് പ്രിൻസ്. ആ പബ്ലിക് ഇൻട്രസ്റ്റ് കളയുന്നതിന് വേണ്ടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇത് ഈ ഇന്ത്യൻ ശിക്ഷാ നിയമം അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കേസുകൾ ചാർജ് ചെയ്തിരിക്കുന്നത്. വഞ്ചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് പ്രധാനമായും. ചോദിക്കുകയാണ് കേസ് പിൻവലിക്കുകയാണെങ്കിൽ അതിന് നിയമ തടസ്സമൊന്നുമില്ല പിൻവലിക്കുന്നതിന്. അത് അതിന് പബ്ലിക് കണക്കെടുക്കേണ്ട ആവശ്യമില്ല. തോമസ് പി ജോസഫിന്റെ വിധിയാണിത്. ഹലോ ശ്രീ സണ്ണി ജോസഫ്, താങ്കളിലേക്ക് വീണ്ടും മടങ്ങി വരികയാണ്. ഇതാണ് അവസ്ഥ. ഒന്ന്, കോടതിയിലെ ഒരു കാര്യം പറഞ്ഞാൽ NV രാജു അത് എഴുതിയെടുക്കുന്നില്ല. പോലീസ് ഇവരുടെ മൊഴിമാറ്റത്തിന് വേണ്ടി ഊരു ചുറ്റുന്നു. ഇപ്പോൾ ജുഡീഷ്യറിയായി, എക്സിക്യൂട്ടീവായി, ഇവരെല്ലാം തന്നെ എല്ലാവരെയും ഉപയോഗിച്ച് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അവസാനം നിങ്ങൾക്ക് പരാജയം വന്നിരിക്കുന്നു. അവിടെ ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. ഈ മന്ത്രിമാർ, ഉന്നത രാഷ്ട്രീയ നേതാക്കൾ ആരാണ്? അവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണ്ടേ? അവരുടെ ഏത് തരം ഇൻഫ്ലുവൻസ് ആണ് ഇവർ ഉപയോഗിച്ചത്? അവരുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ തട്ടിപ്പുകാർ എന്ന് പറയുമ്പോൾ അവരും നിയമത്തിന് മുന്നിൽ വരേണ്ടതല്ലേ? അത് ഏത് ഏജൻസി അന്വേഷിക്കും? ഈ ജഡ്ജ്മെന്റ് ഉയർത്തുന്ന ചോദ്യം അതല്ലേ? ഇല്ല നികേഷ്, അങ്ങനെയൊന്നും ദുർവ്യാഖ്യാനം ചെയ്യല്ലേ ദയവേത്. ഈ കേസിലെ ജഡ്ജ്മെന്റിൽ ഈ കേസന്വേഷണ ഏജൻസിയെയും പ്രോസിക്യൂഷനെയും പ്രശംസിക്കുകയാണ് ചെയ്തത്. എന്തെങ്കിലും മൂടിവെക്കാൻ ശ്രമിച്ചുവെന്നോ അന്വേഷണ ഏജൻസിക്ക് എന്തെങ്കിലും കളങ്കമുണ്ടോ എന്ന് കോടതി പറഞ്ഞിട്ടില്ല. ഈ സോളാർ കേസിൽ ഒന്നുമില്ല.
ഒന്നുമില്ല. പ്രതിപക്ഷത്തിന് മാധ്യമങ്ങൾക്ക് നിങ്ങൾക്ക് വാർത്തയില്ലാത്തത് കൊണ്ട് പ്രതിപക്ഷത്തിന് ministers and their and other important personalities in the society and exploited the same and forged documents to believe പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയല്ലേ? ശരിയാണ്. ഇന്ത്യൻ പ്രസിഡന്റുമായിട്ടും അതെ പറഞ്ഞിട്ടുണ്ടെന്നേ. ഇതിൽ പരാതിക്കാരൻ പറഞ്ഞെന്താ, ഇന്ത്യൻ പ്രസിഡന്റുമായും ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെയും ഈ ഉപദേശകരാണ് ഈ പ്രതികളെന്ന് അവർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കത്ത് അവര് വ്യാജമായി പ്രൊഡ്യൂസ് ചെയ്തു. അത് ചോദിച്ചപ്പോൾ നൽകിയില്ല. ഈ കാര്യങ്ങളൊക്കെ ശരിയാണ്. മുഖ്യമന്ത്രിയുടെ കത്ത് വ്യാജമായി പ്രൊഡ്യൂസ് ചെയ്തതിന് ശിക്ഷ വാങ്ങിക്കൊടുത്തിരിക്കുന്നു. കേസ് തെളിയിച്ച് വീണ്ടും താങ്കൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ വാചകം ഇങ്ങനെയാണ്: forged documents to believe PW1 and exploited the belief of PW1 who is an aged person and looted the lifelong savings of PW1. ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യം, അദ്ദേഹം വാങ്ങിയ കടം, അത് ലൂട്ട് ചെയ്യുന്നതിന് വേണ്ടി മന്ത്രിമാരുടെ ഉന്നത രാഷ്ട്രീയ വൃത്തങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഈ തട്ടിപ്പുകാർ കേരളമാകെ നടമാടിയതിൻ്റെ ആദ്യത്തെ ശിക്ഷാവിധിയാണ് വന്നിരിക്കുന്നത്. ഈ മന്ത്രിമാർ ഏത് തരത്തിലാണ് ഇവർക്ക് സഹായം നൽകിയത് എന്ന് നിയമത്തിന്റെ മുന്നിൽ ഇപ്പോഴും വന്നിട്ടില്ല. അത് പരിശോധിക്കണ്ടേ? അത് പരിശോധിച്ചില്ലെങ്കിൽ നമ്മൾ ജനാധിപത്യം കൊണ്ട് നടക്കുന്നത് എന്തിനാണ്? ഏത് പെറ്റീഷൻ കൊടുത്താലും ഏത് കത്ത് കൊടുത്താലും മുഖ്യമന്ത്രി കത്തയക്കും. ആ കത്ത് ദുരുപയോഗം ചെയ്ത് വ്യാജ കത്താക്കി മാറ്റി ഞാൻ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയാൽ മുഖ്യമന്ത്രി എങ്ങനെ പ്രതിയാകും? ഞാൻ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയാൽ എനിക്ക് മുഖ്യമന്ത്രി ഒരു കത്ത് തരുന്നു, ആ കത്ത് മാറ്റി ഞാനൊരു തട്ടിപ്പ് നടത്തിയാൽ മുഖ്യമന്ത്രി എങ്ങനെ പ്രതിയാകും? അത്രയുമുണ്ട്, അത്രയും മാത്രമേ ഉള്ളൂ. സണ്ണി ജോസഫ് പുതിയൊരു അവതാരം എടുത്തിരിക്കുകയാണ്. അല്ല നികേഷ്, ഒരു മിനിറ്റ് ഒരു കാര്യം പറയട്ടെ. ഞാൻ സത്യത്തിന് വേണ്ടി വാദിക്കും കേട്ടോ നികേഷേ. ഞാൻ കോടതിയിലായപ്പോൾ അങ്ങനെയായിരുന്നു. ഞാൻ ഫെയറായ കേസിനെ അറ്റൻഡ് ചെയ്യുള്ളൂ. ഞാൻ ഫെയറായ കേസിനെ ഞാനേ ജയിക്കുള്ളൂ. ഞാൻ ഇദ്ദേഹം സത്യത്തിന് വേണ്ടി വാദിക്കുന്നവനായതുകൊണ്ട് അത് നല്ല കാര്യമാണ്. സത്യത്തിന് വേണ്ടി അദ്ദേഹം വാദിക്കട്ടെ, വാദിച്ച് അദ്ദേഹം ജയിക്കട്ടെ. പക്ഷെ ആദ്യമായിട്ട് സണ്ണി ജോസഫ് അസത്യത്തിന് വേണ്ടി വാദിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം എന്താണെന്നറിയാമോ? ഉമ്മൻചാണ്ടിയുടെ ഓഫീസുമായി പ്രതികൾക്ക് ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. എങ്ങനെയാണ് ബന്ധം? സരിതയ്ക്ക് ജോപ്പനുമായി ബന്ധമുണ്ട്, ജിക്കുമോനുമായിട്ട് ബന്ധമുണ്ട്, സലീം രാജുമായിട്ട് ബന്ധമുണ്ട്, ബിജു രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധമുണ്ട്. ഈ ബന്ധത്തെ നിഷേധിക്കാൻ കഴിയുമോ? ഈ ബന്ധം വളരെ ഉമ്മൻചാണ്ടി പറയുന്നത് എനിക്ക് ഇവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. വസ്തുത എന്താണ്? സണ്ണി ജോസഫ്, സുനിൽകുമാർ, അജയ് തറയിൽ, നികേഷ് ഒരു കാര്യം ഇവര് പറയുന്നു ഈ വ്യാജരേഖ ഉണ്ടാക്കിയെന്ന് പറയുന്നു. ശരി, ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ നിന്നും അത്തരം ഒരു വ്യാജരേഖ പോയിട്ടുണ്ടോ എന്ന് ഹാർഡ് ഡിസ്ക് പരിശോധിച്ചിട്ടുണ്ടോ? CCTV പരിശോധിച്ചിട്ടില്ലല്ലോ. സുതാര്യമായിട്ടുള്ള CCTV ആ സമയത്ത് മായ്ച്ചു കളഞ്ഞതൊന്നും കേരളത്തിൽ വേണ്ടത്ര ചർച്ച പോലും നടന്നിട്ടില്ല. സുനിൽകുമാർ, അതൊന്നും നിങ്ങളെപ്പോലുള്ള പ്രതിപക്ഷത്തിന് കൊള്ളാത്തോണ്ടാണ്. ഒരു ഗുണമല്ല നിങ്ങള്. CCTV മാച്ച് എങ്ങനെ പോയി? കാര്യമില്ലാത്ത പ്രതിപക്ഷം എങ്ങനെ പോയി? CCTV എവിടെ പോയി? ഈ ജഡ്ജ്മെന്റ് നികേഷ് അംഗീകരിക്കുന്നില്ലേ? ഈ ജഡ്ജ്മെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ല ഇവര് പറഞ്ഞെന്താ? അല്ല ഉമ്മൻചാണ്ടി പറഞ്ഞെന്താ? 14 ദിവസം കഴിഞ്ഞാൽ ഇത് മാഞ്ഞു പോകും. എല്ലാവർക്കും നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് സമയക്കുറവുണ്ട്, അല്ലെങ്കിൽ സമയം കൂടുതലായി പോയി ഈ ചർച്ചയ്ക്ക്. വളരെ നന്ദി എല്ലാവർക്കും ചർച്ചയിൽ പങ്കെടുത്തതിന്.